ഇനി കാസർഗോഡേക്കാണ്. മഴയൊക്കെ എത്തിയതോടുകൂടി ദേശീയപാതയുടെയൊക്കെ അവസ്ഥ പലയിടത്തും പരിതാപകരമാണ്. നമ്മൾ പറഞ്ഞിരുന്നു ബേവിഞ്ചയിലെ കാര്യം, വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ബേവിഞ്ച ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. വാഹന ഗതാഗതം വിലക്കിയിരുന്നതിനാൽ അപകടങ്ങൾ പലതും ഒഴിവായി. സാരംഗ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. സാരംഗ്, ഇതിപ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുകയാണല്ലോ. പിന്നെയും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഈ ഗതാഗതമൊക്കെ നിർത്തിവെച്ചിരിക്കുന്നതോട് തടഞ്ഞതുകൊണ്ട് മാത്രം അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. എന്താണ് ഇപ്പോൾ സ്ഥിതി? ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട അധികൃതരെല്ലാം തന്നെ ബേവിഞ്ചയെ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് നാട്ടുകാരൊക്കെ തന്നെ പരിസര പ്രദേശത്ത് തിങ്ങി നിൽക്കുന്നതിനിടയിൽ വീണ്ടും വലിയൊരു ഭാഗം സിമന്റ് ചാന്ത് കൊണ്ട് മൂടിയ ബേവിഞ്ച കുന്നിന്റെ ഒരു ഭാഗം പൂർണ്ണമായും റോഡരികിലേക്ക് ഇടിഞ്ഞു വീണത്. അതിന് തൊട്ടു മുൻപ് തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും NH 66 ബേവിഞ്ചയിലൂടെയുള്ള യാത്ര പൂർണ്ണമായും വിലക്കിയിരുന്നു. ആംബുലൻസുകൾക്കും അത്യാവശ്യ വാഹനങ്ങൾക്കും മാത്രമാണ് അതിലൂടെയുള്ള യാത്ര ഇപ്പോൾ സാധ്യമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു അപകടം ഉണ്ടാവാതെ പോയത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ വലിയ തോതിൽ വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു പാതയാണത്. ഇത്തരത്തിൽ വലിയ ഒരു കുന്നിന്റെ ഭാഗം തന്നെ പൂർണ്ണമായി ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ വലിയൊരു അപകടമായി മാറുകയാണ്. ശരി, സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.